ആ, നിന്നെ കൊറേ നാളായല്ലേ കണ്ടിട്ട്. ഞാൻ ഇവിടെ കണ്ടോ, നിന്നല്ലേ ഇപ്പൊ കാണാൻ കിട്ടത്. ഇപ്പൊ എന്തൊരു പരിപാടി? ഞാൻ ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കൂട്ടുകാരന്മാരായിട്ട് പാർട്ട്ണർഷിപ്പില്. രക്ഷപ്പെട്ട് മുതലാളിയായി. ചെറുതായിട്ട്. നീ എന്ത് വിളിക്കണ? ഞാൻ നമ്മള് കുട്ടനെ നോക്കിക്കണം, അവരിപ്പം അങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമ്മളുടെ പ്ലസ് 2 പഠിച്ച വാ, ഗതി പിടിക്കാത്തവനോട്ട് നിനക്ക് ഇപ്പോഴും കമ്പനി ഉണ്ടാടേ. അവ എന്നല്ലേ നിനക്ക് ഗതി പിടിക്കാത്തനായ? പ്ലസ് 2 പഠിച്ചപ്പോ നീ അവനെ ഊറ്റിയല്ലേ നടന്നോ? എന്റെ പൊന്നളിയ, ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് സെന്റ് അടിക്കാനാണെങ്കിൽ കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ശരി തന്നെ, ഞാൻ അവനെ ഊറ്റി തന്നെ ജീവിച്ചത്. പക്ഷെ കാലം മാറുമ്പോ കോലവും മാറണം. നമ്മളെ കൂട്ടുകാർ നന്നായാലേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അല്ലാതെ ഈ ഗതി പിടിക്കാത്തവന്മാരോടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ഗതിയും അതോ ഗതിയാണ്. നിനക്കൊരു മാറ്റമില്ലല്ല. നീ അവനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാം? നീ എല്ലാ കാര്യം ചിന്തിക്കുന്ന ബുദ്ധിയുണ്ട്, പക്ഷെ അവൻ ചിന്തിക്കുന്ന മനസ്സുണ്ട്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവൻ ഗതി പിടിക്കാത്തത്. നിന്റെ സെന്റിമെന്റ്സിനൊന്നും ഈ കാലത്ത് ഒരു വിലയുമില്ല. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഈ ലോക്കൽ കൂട്ടുകെട്ട് വിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. വന്ന വഴി മറക്കണ ശീലം എനിക്കില്ല. അത് മാത്രമല്ല, നിന്നെ പോലെ ഒരു 100 ഫ്രണ്ടിനെ എനിക്ക് കിട്ടും. പക്ഷെ അവനെ പോലെ ഒരുത്തനെ കിട്ടാൻ പാടാ. ഇനി അവന്റെ കൂടെ നടന്നിട്ട് ഞാൻ ഗതി പിടിക്കാതെ പോയാൽ എനിക്ക് അതിൽ വിഷമമില്ല. Oh